ഹലോ, അസ്സലാമു അലൈക്കും. ഫാംനെസ്സിലേക്ക് എല്ലാവരും ക്ഷണിക്കുന്നു. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പോഞ്ച് കേക്കാണ് കേട്ടോ, ചോക്ലേറ്റിൻ്റെ. നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ആ ബെല്ലൈക്കനും കൂടി അമർത്തണേ. എന്നാലേ ഉള്ളൂ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് എത്തുള്ളൂ. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഞാനിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാനിതാ 1 കപ്പ് മൈദയാണ് എടുത്തത്. ഇതിലേക്ക് 1 കപ്പ് കൊക്കോ പൗഡറാണ് എടുത്തത്. സ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/2 ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡ. ഇതെല്ലാം കൂടി 3 തവണ ഞാൻ അരിച്ചെടുക്കുന്നു. ഓക്കെ, ഇത് 3 തവണ തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടേക്ക് മാറ്റി വെക്കുന്നു. ഇതാ നല്ലോണം ഉണങ്ങിയ ഒരു ബൗളെടുക്കുക. വെള്ളത്തിൻ്റെ നനവൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അതിലേക്ക് ഞാനൊരു 4 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നു, മീഡിയം സൈസ്. ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നല്ലോണം പതഞ്ഞ് വരുന്നവരെ അങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയെല്ലാം നല്ലോണം പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട്. ഇതാ, ഇതിലേക്ക് ഞാൻ ഒരു 1.5 കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചതുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഇടുന്നു. ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആ പഞ്ചസാരയൊക്കെ ഇതിൽ നല്ലവണ്ണം അരിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1.5 സ്പൂണ് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നു, ടേബിൾ സ്പൂണ്. ഒന്നുകൂടി ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു 1.5 സ്പൂണ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നു.
നല്ല ചൂടുള്ള പാലൊരു കപ്പ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നു. നല്ല ചൂടോടുകൂടി തന്നെ വേണം കേട്ടോ. ഒരു പിഞ്ച് ഉപ്പും കൂടെ ഞാൻ ചേർക്കുന്നു. അത് മറന്നുപോയി. ഓക്കെ, ഇതൊന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കും. ഒരു 30 സെക്കൻഡ് ബീറ്റ് ചെയ്തെടുക്കാം. മൂന്ന് തവണ അരച്ച് വെച്ച കൊക്കോ പൗഡറും മൈദയും പഞ്ചസാരയും ഉണ്ടല്ലോ, അത് ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കുക. മൂന്ന് തവണ തന്നെ തയ്ച്ചെടുക്കണം കേട്ടോ, എന്നാലും നമ്മളെ കേക്ക് നല്ലോണം പൊന്തി വരുള്ളൂ. ഇനി ഞാൻ ബാറ്ററൊക്കെ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇതാ, ഇനി ഞാൻ ഇതിലേക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കും. ബട്ടർ പേപ്പർ വെച്ചതാണ് കേട്ടോ. ഇതൊന്ന് സ്പൂണിൽ വെച്ച് ഇങ്ങനെ നോക്കി കൊടുക്കും. ടാപ്പ് ചെയ്യും. ഇനി ഞാനിതാ ഒരു പാത്രം, ഈ പാത്രം ഉണ്ടല്ലോ ഇതിലേക്ക് വെക്കുന്നു. ഇത് പഴയ ഒരു പാത്രം ഞാൻ ഇതാ റിങ് വെച്ചിട്ട് ഇതിലേക്ക് വെക്കുന്നു. ഓക്കെ, ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. ഇനി ഇതാ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം ഒരു 40 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അടിയിലൊന്നും പറ്റി പിടിക്കുന്നില്ല കേട്ടോ. നമ്മൾ കട്ട് ചെയ്തു. കണ്ടില്ലേ, നല്ല സ്പോഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ.
ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ വരാം. അസ്സലാമു അലൈക്കും.